അസ്സലാമു വറഹ്മത്തുള്ളാ. ഈ ദുഃഖെടുക്കൽ ജമാഅത്ത് ഞാനുമായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. അവിടെ 2-3 വർഷം മുമ്പ് എനിക്ക് അസുഖമായപ്പോൾ അതിൻ്റെ ഗൗരവാധ്യക്ഷൻ അനിയനാണ്. ഈ ദുഃഖെടുക്കുക എന്ന് പറയുന്നത് 82-ൽ വാപ്പ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. വാപ്പ തുടങ്ങിയതാണ്. നമുക്കൊരു അവകാശമില്ല. വാപ്പയുടെ 82 പള്ളിയാക്കിയിട്ടാകുമ്പോൾ ഉള്ളാളത്തോറാണ് മൂത്താപ്പ സുള്ളിയത്തെ കാതി. അന്ന് കാതിയാക്കുന്ന വിഷയം പറഞ്ഞു. വാപ്പ പറഞ്ഞല്ലോ കാതി വേണ്ടെന്ന് പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് ആസിരിത്തങ്ങ വാപ്പാൻ്റെ ഉസ്താദാണ്. ഞാൻ നായിബ് കാദിയാണ് മൂടുകരയിൽ. അന്നും പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു ഇവിടെ കാദിയൊന്നും വേണ്ട, ഇങ്ങനെ പോയാൽ മതിയെന്ന്. പിന്നെ അവിടെ ആരും കാദിയാക്കിയില്ല. ഇപ്പോൾ സംയുക്തമായത്ത് ആക്കുന്ന വിഷയത്തിലും സംയുക്തമായത്തിൻ്റെ കാദിയായിട്ട് എന്നെ കുറേ നിർബന്ധിച്ച് ഞാൻ നിൽക്കേണ്ടെന്നാണ് സൈദുലമനാക്കാൻ വേണ്ടി നമ്മളെന്നെല്ലാം ആലോചിച്ചതാണ്. അങ്ങനെ ഈ വന്നപ്പോൾ ജർബോടി വിളിച്ചപ്പോൾ നാട്ടിൽ ഞാൻ ജർബോടിക്ക് ഞാനോ അഞ്ചനോ പോയിട്ടില്ല. ഞങ്ങൾ ഇല്ലാത്ത സമയത്താണ് ജർബോടി വിളിച്ചപ്പോഴും ഭൂരിപക്ഷം ആളും 2-3 ആൾ വേണമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞ് ഇവിടെ ഇതുവരെ കാതി ഉണ്ടല്ലോ, തങ്ങ ആക്കണ്ടെന്ന് അതിനെ കൊണ്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. ആ കാതിയിൽ ഞാനൊരു കുറ്റക്കാരനും അല്ല, മറിച്ച് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ മാലാണ് പൈമ്പച്ചാല് മാല്. അവിടെ പൈമ്പച്ചാല് മാലിൽ ഫുള്ളായിട്ട് AP വാത്തിന് എഴുതി കൊടുത്തപ്പോൾ അവിടെയുള്ള കുറച്ചാളെ കൂട്ടി ആളെ പള്ളി മദ്രസ എല്ലാം തുടങ്ങി. അടുത്ത മദ്രസ അംഗീകരണ നമ്പർ 2000 ജില്ലാനായിട്ട് ചോദിച്ചാൽ അറിയും. അപ്പോൾ അവിടെ മല്ലാർ സംയുക്തമായത്ത് വന്ന ഉടനോട് ചെന്താ ഞാൻ പറഞ്ഞ് ചേരണം. സംയുക്തമായത്തിൽ കൂടെ വന്നിട്ട് അത് കൂടിയിട്ടുണ്ട്. ഹിദർ മസ്ജിദ് പൈമ്പച്ചാല് ഇന്നലെ സംയുക്തമായത്തിൻ്റെ വെയ്യത്തിൽപ്പെട്ടതാ. അതേപോലെ തന്നെ വെള്ളാര കളിഞ്ച ബുഖാരി മസ്ജിദ് നമ്മൾ കവീലിലേക്ക് ചേർത്തിട്ടാണ് ആ പള്ളി ആ സ്ഥാപനമാക്കിയത്. അതും സംയുക്തമായത്തിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ പുത്തൂർ താലൂക്ക് നോക്കിയാൽ ഭരണ ജമാഅത്ത് ആടെ ഗൗരവദക്ഷ ഞാനാണ്. ആടെ ആദ്യം മുതലേ മദ്രസ ഉണ്ടായ സമയത്ത് അവിടെ പോയി ആടെ പള്ളിയും കാര്യമൊക്കെ ആക്കിയ വിഷയത്തിൽ ഞാനാണ്. അത് സംയുക്തമായത്തിലുണ്ട്. അങ്ങനെ ഞാൻ അതേപോലെ തന്നെ വീരമംഗലം നമ്മളെ കൗസരിൻ്റെ മാലിൽ പണ്ടേ അവിടെ പോയിട്ട് അവിടെ എല്ലാക്കി പിടിച്ച് ജമാഅത്താക്കിയ വിഷയത്തിൽ അവർ സംയുക്തമായത്തിലുണ്ട്. സീതുൽമനെ വെയ്യത്തിയതിലുണ്ട്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന എല്ലാ മാലിലും സീതുൽമന വെയ്യത്തിയതിൽപ്പെട്ടതാണ്. ഇത് ഇവിടെ ഇന്നലെ വയത് വെച്ചും പറഞ്ഞൊന്ന് അനുസരിക്കണം, അത് പാലിക്കണം എന്നൊക്കെ. അത് വാപ്പാനെ അനുസരിച്ചിട്ട് അവർ ആയിട്ടില്ലാന്നേ ഉള്ളൂ. എനിക്ക് വാപ്പാനെ അനുസരിക്കേണ്ട ആകാമെന്ന് കാതി പറയോ? ഞാനൊരു ഉത്തരവാദിത്തം. ഞാൻ അവരോട് പറയും ചെയ്തു, നാട്ടുകാർ ഇഷ്ടം കൂടുന്നതും കൂടാ, കൂടുന്നില്ല കൂടണ്ട. എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു യോഗത്തിലും ഞാൻ പോയിട്ടില്ല. വെറുതെ എന്നെ ബലിയാടാക്കുന്നതാണ് ആ വിഷയത്തിൽ. പിന്നെ ഇപ്പം ഞാൻ കാതിയാകത്തെന്താ? ഇപ്പം സംയുക്ത നമ്മുടെ കീഴൂർ ജമാഅത്ത് നിന്ന് 37 മാലിന് ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ആളാണ് ഞാൻ. പല പ്രാവശ്യം ബന്ധപ്പെട്ടു. പിന്നെ കാസർഗോഡ് MLA മായനാജി അടക്കൻ്റെ അടുത്ത് വന്നു. അപ്പം കാതിയാന്ന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. മൂടുകാരൻ ഞാൻ നിന്ന് തന്നെ ഞാൻ തന്നെ അറിയില്ല. അസീരിത്തങ്ങൾ തന്നെ കാതിയായി തങ്ങ പിന്നെ ചെയ്ത ഉടനെ തന്നെ പറഞ്ഞു എൻ്റെ നായിബായിട്ട് എൻ്റെ പിന്നെ ശിഷ്യൻ ഫഖറുദ്ദീനെ ഞാൻ നായിബ് കാതിയാക്കുന്ന പറയുമ്പോൾ ഞാൻ സംഭവം അറിയുന്നു. ഞാൻ ഉപ്പാണ്ട് വന്നിട്ട് പറഞ്ഞു. ഉപ്പാണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഹോറാക്കിയതല്ലേ എന്ന് പറഞ്ഞു. വാപ്പാക്ക് തീരെ തൃപ്തിയില്ലാത്ത വിഷയം അതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്തത്. ഇപ്പോൾ ഈ സുല്ല ജമാഅത്ത് തന്നെ 1.5 കൊല്ലമായി ഈ കമ്മിറ്റി പിന്നെ സംയുക്തമായത്ത് ഏകദേശമായിട്ട് എന്നെ വല്ലാണ്ട് നിർബന്ധിച്ചിട്ട് ഞാൻ നിൽക്കാണ്ടെന്ന്. ഞാൻ സയ്യിദുലമ എല്ലാവരും അഭിപ്രായപ്പെട്ടാണ്. പിന്നെ സയ്യിദുലമ നിർബന്ധമായിട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരാളാക്കാം എന്ന് പറഞ്ഞിട്ട് ആളെ ഞങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. അല്ലാതെ ഇതിൽ ഞാൻ നിരപരാധിയാണ്. എൻ്റെ 2 മാലിലും സംയുക്തമായത്തിൽ ചേർന്നിട്ടുണ്ട്. പൈമ്പച്ചാല ഹിദർ മസ്ജിദും അതുപോലെ തന്നെ ബള്ളാര കളിഞ്ച മസ്ജിദ്. അവർ രണ്ടും എന്നോട് ചോദിച്ചു എന്താക്കണം, കൂടണം. ഞാൻ കൂടണമെന്ന് ഞാൻ കൂട്ടിയതാണ്. ഇത് എന്നെ ആശയം പറയുന്നതൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട സൈനുല്ലാബിൻ തങ്ങളുടെ വായിസ് ഞാൻ കേട്ടു. ഞാൻ ദുഗലെടുക്കത്തിൻ്റെ ജമാഅത്തുകാരനാ. 54 പുരയിൽ ഈ അഷ്റഫും എന്ന് പറയുന്ന ഞാൻ ആ ജമാഅത്തുകാരനാ. തങ്ങൾ പറയുന്നതിൽ ഒരു സത്യവുമില്ല. തങ്ങൾ പറയുന്നുണ്ട് ഞാനൊരു 5, 6, 7, 8 ജമാഅത്തിനെ ഇങ്ങനെ പേരെടുത്ത് പറയുന്നുണ്ട്. അവിടെയൊക്കെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ബയ്യത്ത് ചെയ്തിനിന്ന് ഞാൻ അവരോട് ചെയ്യണ്ടെന്നും പറഞ്ഞിട്ടില്ല, ചെയ്തോളിന്ന് പറഞ്ഞിനിന്ന്. ഇത്രയെല്ലാം പറയുന്ന തങ്ങൾക്ക് ദുഗലെടുക്ക് ജമാഅത്തിന് എന്താ ശരിയാക്കാൻ പറ്റില്ല? ദുഗലെടുക്ക് ജമാഅത്തിലുള്ള 54 പുരക്കാരും പാവങ്ങളാ.
തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നവരെല്ലാം, ഈ പറയുന്ന ഞാനടക്കം, തങ്ങളെ എതിർത്തിട്ട് ഇന്ന് വരെ അവിടെ ഒന്നും ആയിട്ടുമില്ല. പിന്നെ തങ്ങൾ ഇത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, തുകലെടുക്കത്ത് അത് ചെയ്താൽ തങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് തങ്ങൾക്കറിയാം. അതറിയാം തങ്ങൾക്ക്. പക്ഷെ അതുകൊണ്ടാണ് തുകലെടുക്ക തങ്ങൾ നാട്ടുകാരെ, പാവപ്പെട്ട നാട്ടുകാരെ മേലിൽ കെട്ടുന്നത്. ഇതിൽ തങ്ങൾ പറയുന്നതിൽ ഒരു സത്യവുമില്ല. തങ്ങളെ എതിരും ഞാൻ പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സമസ്തക്കാർ എവിടെയാണോ വിളിക്കുന്നത്, തങ്ങളെയും വിളിക്കുന്ന വേദിയിൽ ഞാൻ വരാം. നാട്ടിൻ്റെ ഏകദേശം ആൾക്കാർക്ക്, എല്ലാ ആൾക്കാർക്കും ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 80, 85, 90% ആൾക്കാർക്കും ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖാദിയാരാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ആള്. പക്ഷെ അവർ തടസ്സം ബഹുമാനപ്പെട്ട സൈനുല്ലാബിൻ തങ്ങളും ഫضലും തങ്ങളാണ്. മിഞ്ഞാന്ന് നമ്മുടെ നാട്ടിലേക്ക് ഖാദിയാർ വേണോ വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ 54 പരക്കാർക്കും ബഹുമാനപ്പെട്ട സെക്രട്ടറി, ജമാഅത്ത് സെക്രട്ടറി നോട്ടീസാക്കി. ഞങ്ങളെല്ലാവരും പോയിരുന്നു. ഏകദേശം അവിടെ അന്നൊരു അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ജുമാ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദുആ കഴിഞ്ഞ ഉടൻ തന്നെ സലാത്ത് ചെല്ലാം. ഇത് ഫضല് തങ്ങൾ ഇമാമത്തായിട്ടാണ് ഉണ്ടായത്. സലാത്ത് ചെല്ലുന്നതിന് മുമ്പ് മഹ്മൂം എണിക്കനാട്ടി പിന്നെ തങ്ങളാർന്ന് പോയി. എന്താ പോയിന്ന് എനിക്കറിയില്ല. പോയിട്ട് പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ഇലായി നസ്തുലിൽ അങ്ങനെ പറഞ്ഞിട്ട് പള്ളിയായിട്ട് പുറത്ത് വന്നിട്ട് കുറച്ച് അവിടെ ഒരു 5-10 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ഫضല് തങ്ങൾ ഒന്ന് പുറത്ത് വന്നിട്ട് നമ്മളെ സെക്രട്ടറിയോടും കുറച്ച് ആൾക്കാരോട് ഭയങ്കര ചൂടായി. നീ ആരോട് കേട്ടിട്ടാണ് അത് അങ്ങനെ ആക്കിയത്, ഇങ്ങനെ ആക്കിയത്? അത് ഗൗരവാധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട ഫضല് തങ്ങൾ. അങ്ങനെ പറയാനേ പാടില്ല. ഫضല് തങ്ങളുടെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കേണ്ടത്. സൈനുല്ലാബിൻ തങ്ങളുടെ നേതൃത്വത്തിലാണ് എല്ലാം നടക്കേണ്ടത്. പിന്നെ ഈ 2-3 വർഷം പിന്നെ സൈനുല്ലാബിൻ തങ്ങൾ പറയുന്നത് ഞാൻ അവിടെ ഒന്നിനും ഇല്ലാന്ന്. എല്ലാത്തിനുണ്ട്. സൈനുല്ലാബിൻ തങ്ങളില്ലാതെ അവിടെ ഒരു ഉറുമ്പ് വരാനിങ്ങനെ ദുഗലർക്കത്തിനെ സംബന്ധിച്ചിടത്തോളം. തങ്ങളെ എല്ലാം ബഹുമാനമുണ്ട്. തങ്ങളെ ഇങ്ങനത്തെ ഒരു വായിസിൽ നിങ്ങൾ പച്ചക്കള്ളം പറയരുത്. നല്ല ബേജാറുണ്ട്. പാവപ്പെട്ട നാട്ടുകാരനായി എനിക്കുണ്ട്, കുറേ ആൾക്കാർക്കുണ്ട്. തങ്ങളെ മുന്നിൽ പേടിച്ചിട്ട് കുറേ ആൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അന്നത്തെ ആ യോഗത്തിന് തങ്ങൾ വന്നില്ല, ജനറൽ ബോഡിക്ക് വന്നില്ല. ഫضല് തങ്ങൾ വന്നില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ ഗൗരവാധ്യക്ഷൻ വന്നില്ലെങ്കിൽ മോശമല്ലേ, ഞങ്ങളുടെ വേറൊന്നും പിന്നെ ഒന്നും ആക്കാൻ പോകുന്നില്ലല്ലേ, ഖാദിയാർ വേണോ വേണ്ടതല്ലേ. അങ്ങനെ പോയി, എല്ലാവരും പോയി, അവിടെ ഉണ്ടായവരെല്ലാം പോയിട്ടാകുമ്പോൾക്ക് ആരും ഒന്നും പറയുന്നില്ല. ഞാൻ കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ച് ഈ ഖാദിയാരിൻ്റെ സാധക ബാധക എന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഖാദിയാരിൻ്റെ സാധക ബാധക എന്തെന്ന് പറഞ്ഞിട്ട് സമസ്തക്കാരോട് ചോദിക്കണം, അവരല്ലേ ഇതാക്കിയത്. അപ്പോൾ ഇവിടേക്ക് എന്തുകൊണ്ട് വേണ്ട, അല്ലെങ്കിൽ ഇവിടേക്ക് വേണ്ട. കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നു, ഓരോ അഭിപ്രായങ്ങൾ പറയുമല്ലേ നാട്ടുകാർ. ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ബഹുമാനപ്പെട്ട സൈനുല്ലാബിൻ തങ്ങളാണ്. ഞാൻ തങ്ങളെ മക്ബറയിൽ വന്നിട്ട് സത്യം പറയാൻ റെഡിയുണ്ട്. തങ്ങൾ വാപ്പാൻ്റെ മുന്നിൽ വന്നിട്ട് പറയണം, മക്ബറയിൽ വന്നിട്ട് പറയണം, മുസാഫ് പിടിച്ചിട്ട് പറയണം ഞാൻ ഇതിൻ്റെ പിന്നിലില്ല എന്ന് പറഞ്ഞിട്ട്, എന്നെങ്കിലും ഞാൻ വെക്കാം. പക്ഷെ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് വരെ അയാളുടെ 1-2 വോയിസ് ഉണ്ട്. ഇൻഷാ അള്ളാഹ് ഞാൻ വേണ്ടി വന്നെങ്കിൽ ഇതിലേക്ക് ഞാൻ ഇട്ടുതരും. മൂപ്പര് പറയാണ്, ഞാൻ കുറേ പറയുന്നുണ്ട്, ഞാൻ പിന്നെ പറയാം ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് നിങ്ങൾ തങ്ങളുടെ ഈ കാര്യത്തിൽ സത്യം ഇല്ല എന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും അതിൻ്റെ വലയിൽ പെടാനും പാടില്ല. ഇനിയും ഇൻഷാ അള്ളാഹ് ദുഗലടക്കത്തിലേക്ക് ഖാദിൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങളെല്ലാം ആവശ്യക്കാരാണ്. ഖാദിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷം എല്ലാത്തിലും ഭൂരിപക്ഷം പറയുന്നവരവിടെ ആൾക്കാർ. തങ്ങൾക്ക് ഇത്ര പറഞ്ഞാൽ മതിയല്ലേ. ഇപ്പോൾ എല്ലാ ബെള്ളാരെയും പിന്നെ പൈമ്പച്ചാലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങൾ പറഞ്ഞാൽ ഈ കാര്യത്തിലൊന്നും തങ്ങളാരും അനുസരിക്കല. തങ്ങൾക്കത് പറഞ്ഞേ പറ്റൂ. ദുഗലെടുക്കുക എന്ന് പറയുന്നത് അങ്ങനല്ല. ദുഗലെടുക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ തലസ്ഥാനാണ്. എല്ലാം നടക്കുന്നത് ദുഗലെടുക്കത്തിനാണ്. അപ്പോൾ ദുഗലെടുക്കക്കാർക്ക് അന്ന് സമസ്ത അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ 110% എതിർത്താറാണ് ബഹുമാനപ്പെട്ട സൈനുല്ലാബിൻ തങ്ങൾ. എന്നിട്ട് അന്നൊരു മുഹദ്ദിൻ ഉണ്ടായിരുന്നു, മുക്രിക്ക. അയാളുടെ നേതൃത്വത്തിൽ അവിടെ സമസ്ത അംഗീകരിച്ചു. അവിടുത്തെ ജമാഅത്ത്, ബഹുമാനപ്പെട്ട ജമാഅത്തും കുറച്ചാളൊക്കെ കൂടിയിട്ട് അവിടെ സംസ്ഥാന മദ്രസും സമസ്തയൊക്കെ അംഗീകരിച്ചിട്ട് അൽഹംദുലില്ലാ ആ പാവപ്പെട്ട മുഹദ്ദിനെ പിന്നത്തെ കൊല്ലം പിരിച്ചുവിട്ടു. ഒറ്റ കാരണം കൊണ്ടാ. അയാൾ നല്ല വിഷമത്തിലുണ്ടായ കാലത്ത് അയാൾ ഉണ്ടായിരുന്നത്.
അയാളുടെ ഒരു മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ട് ആ ഒരു നൊമ്പരത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് പിന്നെ തങ്ങളും പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ആ ഉസ്താദിനെ പറഞ്ഞു വിടുന്നത്. ഇതിൻ്റെ യഥാർത്ഥ സത്യം അയാളും ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് കളാണെങ്കിൽ കേൾക്കാം. തങ്ങളുമുണ്ട്, മുഹസിനുണ്ട്, എല്ലാം ഉണ്ട്. ഒറ്റ കാരണം, സമസ്ത അംഗീകരിച്ചതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാ. അതുകൊണ്ട് തങ്ങൾ 2 സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഒന്നാ തങ്ങൾ സംസ്ഥാനക്കാരനാവണം, അല്ലെങ്കിൽ സമസ്തക്കാരനാവണം. തങ്ങളുടെ ആ ഡബിൾ സ്റ്റാൻഡാണ് ഇന്ന് എല്ലാത്തിനും ഗൊന്തലത്തിനും കാരണം. ഇത് ഈ 15 മഹല്ലുകാർ കാളിയാരെ പിന്നെ സ്വീകരിക്കുന്ന പറയുമ്പോൾ തുടക്കം കുറിക്കേണ്ടത് തന്നെ ബഹുമാനപ്പെട്ട സൈനുല്ലാമി തങ്ങളുടെ ആ നേതൃത്വമാണ് വേണ്ടത്. തങ്ങൾ തന്നെ അതിനെടുത്തിട്ട് പിന്നെ തങ്ങൾ ഈ കുറേ കാര്യങ്ങളെല്ലാം പറയുന്നില്ലേ, തങ്ങളുടെ ഈ വിനയത്തിലുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല. തങ്ങളെ സത്യം വരുന്നില്ലെങ്കിൽ പുറത്ത് വരും. തങ്ങൾ കളവ് പറയരുത്. തങ്ങൾ കളവ് പറഞ്ഞാൽ ഇനിയുള്ള തലമുറക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ നിങ്ങളെല്ലാം പറയുന്ന ആൾക്കാരായിട്ട് നല്ല പരിചയമുള്ള ആൾക്കാരെ നാട്ടുകാർ. തങ്ങളെ ചെറുപ്പം മുതൽ ഫക്രുദ്ദീൻ തങ്ങൾ മുതൽ ഇന്ന് വരെ തങ്ങളെ അടുത്തായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാം. അപ്പം തങ്ങൾക്ക് നാട്ടുകാരെല്ലാ ബഹുമാനവും കൊടുത്തിട്ടുണ്ട്, എല്ലാ ബഹുമതിയും കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഞാനാണെങ്കിലും ഇന്ന് ഇപ്പം എനിക്ക് തങ്ങളോട് വലിയ ബേജാറുണ്ട്. എന്തറിയോ, കുറേ കാര്യത്തിലൊക്കെ തങ്ങളുടെ കാര്യത്തിൽ നല്ലോണം വിഷമമുണ്ട്. മദ്രസ് വരെ ദുഗലെടുക്കത്ത് വേണ്ടാന്ന് പറഞ്ഞാലാണ് ഫضل തങ്ങൾ. മദ്രസിൻ്റെ ആവശ്യം അത്രയില്ല, ഇവിടെ ദർസാണ് ആവശ്യമെന്ന് ഫضل തങ്ങൾ പറഞ്ഞാലാ. അതിന് ഞാൻ തങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ മറുപടിയും കൊടുത്തിന്. ഇന്ന് വരെ ഒരു സമസ്ഥാൻ്റെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കേൾക്കണം. എന്തറിയോ, വിടുന്നില്ല. എന്നിട്ടും ആ പാവപ്പെട്ട നാട്ടുകാരിൽ കെട്ടാണ് തങ്ങൾ. നാട്ടുകാർ സമ്മതിക്കുന്നില്ല. ഭൂരിപക്ഷം അങ്ങനെയാണ്, ഭൂരിപക്ഷം ഇങ്ങനെയാണെന്ന്. തങ്ങളാടൊന്ന് നിന്നിട്ട് പറയട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും വരി. തങ്ങൾ അവിടെ നിന്ന് നിൽക്കട്ടെ. ഇവിടേക്ക് ഇൻഷാ അല്ലാ ഞാൻ ജിഫിരി മുത്തുക്കോയ തങ്ങളെ എടുക്കണമെന്ന് പറഞ്ഞാൽ 100% തക്ബീർ കൂട്ടുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തങ്ങളെ, നിങ്ങൾ പാവപ്പെട്ട നാട്ടുകാരെ ഇതിൽ നിങ്ങൾ ഒരു കുറ്റ ആ പിന്നെ ആ ഒരു സ്ഥാനത്തിൽ നിങ്ങൾ നിർത്തരുത്. അള്ളാഹു ചോദ്യം ചെയ്യും തങ്ങളെ, നിങ്ങളെയും ചെയ്യും ഞങ്ങളെയും ചെയ്യും. അതുകൊണ്ട് തങ്ങൾ ബഹുമാനപ്പെട്ട എല്ലാ ബഹുമാനവും തങ്ങളെ മുകളിൽ ഞങ്ങൾക്കുണ്ട്. എന്നെങ്കിലും തങ്ങളെ നിങ്ങൾ സത്യം തുറന്നു പറയണം. നാട്ടുകാരുമില്ല പാവപ്പെട്ട ജമാഅത്തുകാരെ നിങ്ങളിൽ ബലിപ്പശു ആക്കരുത്. പിന്നെ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഖാദിയാർ വേണം. ഈ പറയുന്ന എനിക്കും വേണം, നാട്ടിൻ്റെ എല്ലാവർക്കും വേണം, സെക്രട്ടറിക്കും വേണം, പ്രസിഡന്റിനും വേണം. സെക്രട്ടറി വേണമെന്ന് പറയുന്നതിനും സെക്രട്ടറിന് ഒരുപാട് ആവശ്യത്തിന് വോയിസുകളൊക്കെ എൻ്റെ കൈമയുണ്ട്. ഇൻഷാ അല്ലാ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കേൾപ്പിക്കാം. പിന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ സൈനുല്ലാമി തങ്ങളായിട്ട് സംസാരിച്ചിട്ട് അവിടേക്ക് ഖാദിയാരെ നിങ്ങൾ നിയമിക്കണം. അത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു ഉയർച്ചയാണ്. ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.